യുദ്ധവിരാമം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ വിരാമമായി മാറുവാനുള്ള ലക്ഷണങ്ങളുടെ കാർമേഘങ്ങൾ ഇസ്രായേൽ രാഷ്ട്രീയാന്തരീക്ഷത്തിൽ ഉരുണ്ടുകൂടി വരികയാണ്. വെടിനിർത്തിയാൽ അകത്തു നിന്നുള്ള അടി, വെടിനിർത്തിയില്ലെങ്കിൽ പുറത്തു നിന്നുള്ള തിരിച്ചടികളും അറസ്റ്റ് വാറണ്ടും നെതന്യാഹു ശരിക്കും പെട്ടുകിടക്കുകയാണ്. ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാറിന് സമ്മതം മൂളിയപ്പോൾ തന്നെ നെതന്യാഹുവിന് അടി സ്വന്തം കാബിനറ്റ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നു. ഇസ്രായേൽ മിനിസ്റ്റർ ബെൻ ഗുർ നെതന്യാഹുവിന്റെ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ട് പരസ്യമായി തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ നിർദ്ദേശങ്ങളെ തള്ളുവാനാണ് ഗിർ ആവശ്യപ്പെടുന്നത്. ഹിസ്ബുള്ളയുമായി നിർണായക വിജയം നേടിയതിനു ശേഷം മതി വെടിനിർത്തൽ എന്നതാണ് ബെൻ ഗുറിന്റെ ആവശ്യം. ഗുരിനെ ഇതുവരെയും നേരം വെളുത്തിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. ആള് ഏതോ ബങ്കറിനകത്താണെന്നാണ് സംശയം. ഇസ്രായേൽ സൈന്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന തിരിച്ചടികളെ കുറിച്ചൊന്നും അദ്ദേഹം അറിഞ്ഞതേയില്ല. അതുപോലെ തീവ്ര ദേശീയ പാർട്ടി നേതാവ് ഒഡ്സിമ യഹൂദിത്ത് വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കുന്നതിനെതിരെ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കരാറിലേർപ്പെട്ട് നെതന്യാഹു തിരിച്ച് ഇസ്രായേലിലോട്ട് കയറരുത് എന്ന നിലപാടിലാണ് അദ്ദേഹം. ഇവർ രണ്ടുപേരും ആവശ്യപ്പെടുന്നത് ഹിസ്ബുള്ളയുടെ മേൽ പൂർണ്ണ വിജയം കൈവരിച്ചതിന് ശേഷം മാത്രം വെടിനിർത്താനാണ്. അങ്ങനെ സംഭവിച്ചാൽ വെടി പ്രത്യേകിച്ച് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. ഹിസ്ബുള്ള അവസാനിച്ചാൽ തന്നെ വെടിവെപ്പും അവസാനിക്കുമല്ലോ. ഈ രണ്ട് നേതാക്കളും കാണുന്ന സ്വപ്നം മനോഹരമാണെങ്കിലും നടക്കാത്തതാണെന്ന് മാത്രം. ഗാസയിൽ വെടിനിർത്തൽ ചർച്ച നടക്കുമ്പോൾ ഇവർ ഇതുതന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ജനങ്ങൾ കൊല്ലപ്പെടുന്നത് തുടർന്നാലും പ്രതികാരം നടപ്പിലാകണമെന്നതാണ് ഇവരുടെ നിലപാട്. അന്നും ഇവരുടെയൊക്കെ ഭീഷണി കാരണമായിരിക്കാം നെതന്യാഹു 2 തവണയും അംഗീകരിക്കുവാൻ കഴിയാത്ത നിബന്ധനകൾ തിരുകിക്കയറ്റി ചർച്ചകളെ പരാജയപ്പെടുത്തിയത്. ഇവിടെ ഹിസ്ബുള്ളയുമായി നടക്കുന്ന ചർച്ചയിലും ഒരു പാര നിബന്ധന തിരുകിക്കയറ്റുവാനുള്ള ശ്രമം നെതന്യാഹു നടത്തുന്നുണ്ട്. കരാർ ലംഘനം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ലബനാനിൽ കയറുവാനുള്ള അധികാരം നൽകണം എന്നതായിരുന്നു ആ നിബന്ധന. ഇനി വല്ലതും പറഞ്ഞ് ചർച്ച അലസിയാൽ ഞങ്ങൾ ഉണ്ടാവില്ല എന്ന അമേരിക്കയുടെ മുന്നറിയിപ്പ് ഇസ്രായേലിന് തിരിച്ചടിയായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുമ്പത്തെ പോലെ ചർച്ച ചൂടുപിടിക്കാതിരിക്കുവാനുള്ള ഇസ്രായേൽ പദ്ധതികൾ പാളിപ്പോയി. അതേസമയം ഞായറാഴ്ചക്ക് ശേഷം ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് വീണ്ടും തിരിച്ചടി നൽകി ഹിസ്ബുള്ള. വെടിനിർത്തൽ കരാറിൽ എത്തുന്നതിന് മുമ്പേ ഹിസ്ബുള്ളയെ ദുർബലമാക്കണമെന്ന ഇസ്രായേൽ കണക്കുകൂട്ടലുകൾ പിഴക്കുന്നുവെന്ന് മാത്രമല്ല, വെടിനിർത്തൽ ചർച്ചകൾ തന്നെ ദുർബലമാകുമോ എന്ന ആശങ്കയാണ് ഉയർന്നു വരുന്നത്. ഇന്ന് പുലർച്ചെ നടത്തിയ ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് ഇന്ന് തന്നെ ലബനാന്റെ ഭാഗത്തു നിന്നും തിരിച്ചടി ലഭിച്ചു. അകത്ത് ചർച്ച നടക്കുമ്പോൾ പുറത്ത് സംഘടനകൾ രൂക്ഷമാവുകയാണ്. കൊട്ടിക്കലാശം പോലെ ബാക്ക് ടു ബാക്ക് അഥവാ അടിക്ക് തിരിച്ചടി, തൊഴിക്ക് തിരിച്ചു തൊഴി എന്ന രീതിയിലാണ് ഹിസ്ബുള്ള തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നത്. 10 റോക്കറ്റുകൾ ലബനാനിൽ നിന്നും വന്നതായും ഇന്റർസെപ്റ്റ് ചെയ്തതായും IDF വ്യക്തമാക്കിയെങ്കിലും നെഹരിയാനിൽ ചില നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. പരിക്കേറ്റ 2 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങളും കരയുദ്ധവും രൂക്ഷമാകുന്നതിനനുസരിച്ച് ഹിസ്ബുള്ളയുടെ തിരിച്ചടിയും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യുന്നതിന് ഇന്ന് വൈകിട്ട് ഇസ്രായേൽ ക്യാബിനറ്റ് ചേരുമെന്ന് അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇസ്രായേലുമായി നടന്ന പുതിയ ഏറ്റുമുട്ടലിൽ IDF പട്ടാളക്കാർ കൊല്ലപ്പെടുകയും ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹമാസ് അവകാശപ്പെട്ടു. ബെയ്ത്ത് ലഹിയയിൽ ഹമാസും IDFും തമ്മിൽ ഘോരമായ സംഘട്ടനം നടന്നുകൊണ്ടിരിക്കുന്നതായി ദി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ളയെ പോലെ ഹമാസിന്റെ ഭാഗത്തു നിന്നും ചെറുത്തുനിൽപ്പ് ശക്തമായി വരികയാണ്. കിര്യത്തിലും ഹൈഫയിലും ടെലവീവിലും ഒക്കെയുള്ള സൈനിക ബേസുകൾക്ക് ഹിസ്ബുള്ള ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ IDFന്റെ പ്രഹരശേഷിയെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. യന്ത്രത്തോക്കുകളും ഗ്രനേഡുകളും ഉപയോഗിച്ചാണ് അൽ ഖാസിം ബ്രിഗേഡ് IDFനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പോരാട്ടത്തിനിടെ കുറെ IDF പട്ടാളക്കാർ കൊല്ലപ്പെടുകയും ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ഹമാസ് വെളിപ്പെടുത്തിയത്. ബെയ്ത്ത് ലഹിയയിൽ നടന്ന ചെറുത്തുനിൽപ്പ് വിജയകരമായിരുന്നുവെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത്. തുടർന്നും IDFന് നേരെ ആക്രമണങ്ങൾ നടത്തിയെന്ന് ഹമാസ് വെളിപ്പെടുത്തി.
വ്യോമാക്രമണങ്ങളുടെ പിൻബലമില്ല എങ്കിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ തന്നെയാണ് നേരിടേണ്ടി വരുന്നത്. കൂടാതെ ഇസ്രായേലിന്റെ 4 മർക്കാവ ടാങ്കുകൾ തകർത്തതായും ഹമാസ് അവകാശപ്പെടുന്നു. നെറ്റ്സാരിമിൽ സരായ അൽ ഖുദ്സുമായി ചേർന്ന് ശത്രുവിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സൈറ്റിന് ബോംബുകളും ഹെവി മോർട്ടാർ ഷെല്ലുകളും വർഷിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് ഹമാസ് വെളിപ്പെടുത്തി. ഹെസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാറിലെത്തിക്കഴിഞ്ഞാൽ അകത്തും പുറത്തുമുള്ള സമ്മർദ്ദത്തിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാതെ ഗാസയിൽ ഹമാസുമായും വെടിനിർത്തൽ കരാറിലെത്തിച്ചേരുവാൻ നെതന്യാഹു നിർബന്ധിതനാകും എന്നതിൽ യാതൊരു സംശയവുമില്ല.